ഇങ്ങനത്തെ ഒരു വീഡിയോ സാധാരണഗതിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവ് വരുമെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നായിക വേണം ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തേത്, ഇത് ടോക്കിയോ നഗരത്തിൽ വെച്ചിട്ടാണ്, അങ്ങനെ വാക്ക് ചെയ്യുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ആ നഗരത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ലോ ലൈറ്റ് ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരും, നല്ല കോസ്റ്റ്യൂംസ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം. പിന്നെ ലൈറ്റ് ബോയ് വേണ്ടി വരും, അതുപോലെ ആളുകളെ അങ്ങോട്ട് വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൂ വേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ഹൈ ക്വാളിറ്റി ലെൻസ് കാര്യങ്ങൾ അത് വേണ്ടി വരും. അങ്ങനെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മുടെ ഓപ്പൺ എഐയുടെ സോറ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ജനറേഷൻ എഐ എ സ്റ്റൈലിഷ് ഹ്യൂമൻ വർക്ക്സ് ഡൗൺ എ ടോക്കിയോ സ്ട്രീറ്റ് ഫിൽഡ് വിത്ത് വാം ഗ്ലോയിങ് നിയോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെറും ടെക്സ്റ്റ് പ്രോംപ്റ്റിന് മറുപടിയായിട്ടൊരു 4K വീഡിയോ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുക, എന്ത് നല്ല ക്രിയേറ്റിവിറ്റി, എന്ത് നല്ല രസം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ആവുന്ന ഒരുപാട് ഇൻപുട്ട് കോസ്റ്റുകൾ കട്ടായി എന്ന് പറഞ്ഞല്ലോ. അത്തരം കോസ്റ്റുകൾ കട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര ആൾക്കാരുടെ ജോബിനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇത് എല്ലാ ഇൻഡസ്ട്രികളും ഭയങ്കര ഇൻ്റർ കണക്റ്റഡ് അല്ലേ. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഇതുപോലെയുള്ള കട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോസ്റ്റുകൾ പറഞ്ഞല്ലോ, എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്, ലൈറ്റിംഗ്, യാത്ര, അതിൻ്റെ ക്രൂസ്, അവരുടെ ഒരുപാട് ഹ്യൂമൻസ് ഇൻവോൾവ് ആണ്, അവരുടെ ശമ്പളം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിമാൻഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഓപ്പൺ എഐയുടെ സോറയെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. നമുക്ക് ആദ്യത്തെ ഇമ്പാക്റ്റ് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു. ഒരുപാട് ചിലവൊക്കെ ഉള്ള നോർമൽ പ്രൊഡക്ഷൻ മെത്തേഡുകളുണ്ട്. അത് സിനിമയ്ക്ക് ആയിക്കോട്ടെ, നോർമലി ഒരു ബോളിവുഡ് സിനിമയിലും മറ്റോ കാണുന്നുണ്ടെങ്കിൽ, ഈവൻ മലയാളത്തിൽ വരെ ഒരു വളരെ കോസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലേക്ക് മറ്റൊക്കെ പോയിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ഷോട്ടുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ, ഈവൻ അണ്ടർ വാട്ടർ ഷൂട്ട്സോ, ഇങ്ങനെ എനിത്തിങ് വെറും ഒരു പ്രോംപ്റ്റ് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ലെവൽ ഓഫ് എൻ്റർടൈൻമെൻറ്റ് അൺലോക്ക്ഡ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇനി യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ വഴി വലിയ രീതിയിൽ ഫ്ലഡഡ് ആവും. ഒരു പക്ഷേ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയ രീതിയിൽ ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രൊഡക്ഷൻ്റെ ചിലവാണ് വലിയ പ്രൊഡക്ഷൻ ഹൗസുകളെയും ചെറിയ പ്രൊഡക്ഷൻ ഹൗസുകളെയും തമ്മിൽ വേർതിരിക്കുന്ന വലിയ ഫാക്ടർ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ ഒരു പക്ഷേ ഇവിടെയുള്ള നോർമൽ ആൾക്കാർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം ആ കോസ്റ്റ് ഫാക്ടറിനെ ഇല്ലാണ്ടാക്കുകയാണ്. മനോഹരമായ ബീച്ച്, അതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എഐയുടെ സോറ നമുക്ക് അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റിൽ ഒരു പുതിയ രീതിയിലുള്ള വിധാനം സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സാധാരണക്കാർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, അത്തരം കാര്യങ്ങളൊക്കെ വന്നേക്കാം. യൂട്യൂബ് പോലെ നമ്മൾ ഇന്ന് എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കുന്ന ഏരിയകളിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്കിതുവഴി വന്നേക്കാം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതുവഴി ഡിസ്റപ്റ്റഡ് ആകുന്ന കരിയറുകളാണ്. എഐൻ്റെ ഇമ്പാക്റ്റിനെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണരുത്. ഇതിപ്പോൾ ഒരു വീഡിയോ ജനറേഷൻ എഐ, വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ ഇമേജ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആകും. അതായത് ഇതിൻ്റെ ഇമ്പാക്റ്റിനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ChatGPT പോലെയുള്ള AI ടൂളുകൾ മറ്റ് പല ജോലികളോടും ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. കോപ്പി റൈറ്റിംഗ്, കണ്ടൻറ് റൈറ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്. അങ്ങനെ നമ്മൾ പൊതുവിൽ ഇന്ന് ആ ട്രെൻഡിനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ആസ് എ സർവീസ് എന്നുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. മുൻപ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ SaaS എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെയുള്ളതാണ് കുറച്ച് കാലം മുൻപത്തെ ട്രെൻഡ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇൻ്റലിജൻസ് ആസ് എ സർവീസാണ്. അതായത് നമുക്ക് ഇൻ്റലിജൻസിനെ വാടകയ്ക്കെടുക്കാം, വിലക്കെടുക്കാം എന്ന് പറ്റുന്ന ഒരവസ്ഥ. നമുക്ക് മുൻപ് ഞാൻ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഐൻസ്റ്റീനെ നമുക്ക് വാടകയ്ക്ക് കിട്ടുന്ന പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ ChatGPTയുടെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ടാണ് അധികം ആൾക്കാരും അതിനെ ഒരു അത്രയൊന്നും പോരല്ലോ, അതിന് ഇനിയും പോരായ്മകൾ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുള്ളത്. ശരിയാണ്, ChatGPTയുടെ ഫ്രീ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്മാർട്ടായിട്ടുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ ഒക്കെ കിട്ടിയ എഫക്റ്റേ ഉള്ളൂ. ChatGPTയുടെ GPT-4 എടുക്കുന്ന സമയത്താണ് ഈ ഐൻസ്റ്റീൻ്റെ ഒക്കെ അത്രയും സ്മാർട്ടായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള AI ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളെ കൊണ്ട് നമുക്ക് പല പണികൾ പഠിപ്പിക്കാം. അപ്പോൾ ഈ പ്രോംപ്റ്റിംഗ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ AI ടൂളുകളോട് എഫക്റ്റീവായിട്ട് നമ്മുടെ നീഡുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതുവഴി നമ്മുടെ പണികൾ എടുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റിൽ നമുക്ക് AGIയുടെ ഒരു അംശം കാണാനുണ്ടോ, അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് കാണാനുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം സോറയുടെ വെബ്സൈറ്റിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോറയ്ക്ക് നല്ല രീതിയിൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ വസ്തുക്കൾ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഫിസിക്കൽ വേൾഡിൽ എങ്ങനെയാണോ കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് എഐക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ എഐക്ക് ബോധം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലികളെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ, മനുഷ്യൻ്റെ എക്കണോമിക് ആക്ടിവിറ്റികളെ തടയാനോ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റികളിൽ നമ്മൾ ഇന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എമൗണ്ടിനെ
ഡെവലപ്മെൻറ്റിനെ കാര്യമായിട്ട് ഒരു ഡിഫ്ലേഷണറി ടെൻഡൻസി കൊണ്ടുവന്നു കഴിഞ്ഞാലോ നമ്മുടെ പല സോഷ്യൽ കോൺട്രാക്റ്റുകളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ഈവൻ എക്കണോമിക് സിസ്റ്റംസും മറ്റൊക്കെ തകരാൻ ഇത് വലിയ രീതിയിൽ കാരണമാവും. ലോങ് ടേമിൽ ഇതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയ ലെവൽ ഓഫ് എൻ്റർടൈൻമെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നു. ജോലിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ രീതിയിലുള്ള മേഖലകളിലേക്ക് മാറേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർ മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഫ്ലഡ് വന്ന് വെള്ളം കയറി ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു പോകാനേ പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടെന്ന് ചിന്തിക്കുക. നമ്മൾ വീട് എന്നേക്കുമായിട്ട് വെള്ളത്തിനടിയിലായും ചിന്തിക്കുക. അങ്ങനെയാണ് ഇന്ന് AI പോലെയുള്ള ടെക്നോളജികൾ. കാരണം അത് ഒരു തവണ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു റിസീഡിങ് ഇല്ല. അഥവാ ഫ്ലഡിലൊക്കെ അങ്ങനെയുള്ളത് നമ്മൾ വിശ്വസിക്കുക. വെള്ളം കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വീട് തിരിച്ച് കയറാമെന്നുള്ളത്. ഇതിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. വൺസ് ഗോൺ ആൻഡ് ഗോൺ ഫോർ എവർ എന്നുള്ള ഒരു കാര്യമാണ്. ഈ മാറ്റങ്ങളോട് പ്രതികരിക്കാതെ പല ആൾക്കാരും ഇതിനെ ഡൗൺ പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇതൊന്നും എൻ്റെ ജോബിലേക്ക് വരില്ല, അല്ലെങ്കിൽ ഇതൊന്നും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പലരും അത് വിലയിരുത്തുന്നത് അപ്പോഴത്തെ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ സോറയുടെ പല വീഡിയോകളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഇംപെർഫെക്ഷൻസ് നമുക്ക് കാണാനൊക്കെ സാധിക്കും. പക്ഷേ അത് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത് ഡിമിനിഷ് ആവാൻ എത്ര കാലം എടുക്കുമെന്ന് ആലോചിക്കാം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടും. നമുക്ക് ലോകത്തുള്ള വലിയ കോർപ്പറേഷനുകളൊക്കെ ഇന്ന് ഈ ടെക്നോളജിയുടെ പിറകിലാണ്. കുറച്ചും കൂടെ ബെറ്റർ AI, കുറച്ചും കൂടെ ബെറ്റർ സിസ്റ്റംസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള ഫോക്കസിലാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, നമ്മൾ ഇതിനൊക്കെ ഡിനൈ ചെയ്യുന്ന തിരക്കിലാണ്. അതായത് ഇത്തരം മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വർഷം മുൻപത്തെ വീഡിയോ ജനറേഷൻ AIകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നോക്കിയിട്ടുണ്ടോ? വിൽ സ്മിത്ത് ആണെന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ വിയേർഡായിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒറിജിനാലിറ്റി ഉള്ള വീഡിയോകളാണ്. അതും ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിലൊക്കെ പറയുകയാണെങ്കിൽ മുൻപ് ഞാനൊരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് നോക്കിയാൽ മതി, കൈ നോക്കിയാൽ മതി, കാലിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ നോക്കിയാൽ മതി. അഥവാ നമ്മുടെ നാച്ചുറൽ ലോക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എതിരായിട്ടൊക്കെയുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഇപ്പോഴാണ്, കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. എഗെയിൻ ഞാൻ പറയുകയാണ്, AI നിങ്ങളിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയരുത്. ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് കരുതി ജീവിക്കരുത്. നമ്മളിതിനെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങനെ വിശ്വസിക്കുകയാണ്, ശരിയാ ഇതിങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റുകൾ ദിനം പ്രതി പുതിയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി നമ്മളൊരു 10 കൊല്ലം കഴിഞ്ഞ് വരുമെന്ന് പറയുന്ന പല സാധനങ്ങളും 1 വർഷം 2 വർഷം കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഈ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ AI ഉപയോഗിക്കുന്ന ആളുകൾ AI ഉപയോഗിക്കാത്ത ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ AI ഉപയോഗിക്കാത്ത കമ്പനികളെ AI ഉപയോഗിക്കുന്ന കമ്പനികൾ റീപ്ലേസ് ചെയ്യും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായിരിക്കും. ഈ മേഖല തീർച്ചയായും ശ്രദ്ധിക്കുക. സോറ എന്നുള്ള ഒരു AI വീഡിയോ ജനറേഷൻ AI കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് എന്നുണ്ടെങ്കിലും ജനറലി ഇത് എല്ലാ മേഖലയിലേക്കും അപ്ലിക്കബിളാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം അവരിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ജോബ് റോളുകളിൽ AI എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വെറുതെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക.